ഒരു സംവിധായകനായി സിനിമയിൽ നല്ല തുടക്കം കുറിക്കാനായെങ്കിലും അവിടുന്ന് അങ്ങോട്ട് അത്രയധികം ചിത്രങ്ങൾ ഒരുക്കാൻ ഈ കലാകാരന് ഭാഗ്യമുണ്ടാകാതെ പോയി. എങ്കിലും സിനിമയ്ക്കൊപ്പം തുടരുക തന്നെയായിരുന്നു ഇദ്ദേഹം. അതിമനോഹരമായ കുറേ ചലച്ചിത്രങ്ങൾക്ക് കഥകൾ എഴുതിയിട്ടുണ്ട്. അവയിൽ പലതും ഇന്നലത്തെ തലമുറയ്ക്കും ഇന്നത്തെ തലമുറയ്ക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന സിനിമകളുമാണ്. പിന്നെ ഗ്യാപ്പ് വന്നു കുറച്ച് നാൾ. ആ സമയത്ത് ഞാനൊരു കഥ എഴുതി, രചന. എനിക്ക് അടുത്ത് ചെയ്യാൻ വേണ്ടി എഴുതിയതാണ്. അത് പിന്നെ ചില കാരണങ്ങൾ കൊണ്ട് ഈ കഥ ഭയങ്കരമായിട്ട് മോഹന് ഇഷ്ടപ്പെട്ടു, ഡയറക്ടർ മോഹൻ. അപ്പോൾ അത് കേട്ടപ്പോൾ മോഹനെ പോലെ ഡയറക്ടർ ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ മോഹന് കൊടുത്ത കഥ ആണ് രചന. ഭരത് ഗോപിയും നെടുമുടി വേണും ശ്രീവിദ്യയാണ് അതിൻ്റെ മെയിൻ ഇത്. മമ്മൂട്ടിയുണ്ട്, ഒരു പൂർണിമ ജയറാമൊക്കെ അഭിനയിച്ച് കുറേ ആർട്ടിസ്റ്റുകൾ അഭിനയിച്ച് ജഗതിയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ കഥകൾ എഴുത്തു തുടങ്ങി. അതായത് ഈ തണൽ ഇത്തിരി നേരം, രചന വിജയസിൻ്റെ ആദ്യത്തെ പടം, മമ്മൂട്ടി ശോഭന. പിന്നെ അത് കഴിഞ്ഞ് അതിനോട് അടുപ്പിച്ച് തന്നെ ഇവിടെ ഈ തീരത്ത് മധു ഒക്കെ അഭിനയിച്ച് റഹ്മാൻ. പിന്നെ അവിടുന്ന് കുറേ കഥകളൊക്കെ എഴുതി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രവി എന്ന് പറഞ്ഞ സുഹൃത്ത് വന്നിട്ട് താൻ കുറേ നാളെ പടം ചെയ്തു, താൻ ഒരു പടം ചെയ്യുന്നുണ്ട്. അതാണ് അമ്പട ഞാൻ. അമ്പട ഞാൻ അപ്പോൾ ചില കഥകളൊക്കെ എഴുതുന്നുണ്ട്. എൻ്റെ കഥ ഞാൻ എടുത്തില്ല വെച്ച് വേറെ ഒന്നുമല്ല. പെട്ടെന്ന് തോന്നിയ കഥ ജോൺ പോൾ പറഞ്ഞു, നെടുമുടി വേണുവിൻ്റെ കഥയുണ്ട്, നിന്ന് കേൾക്കുമെന്ന് പറഞ്ഞു. കേട്ടപ്പോൾ എനിക്കിഷ്ടമായി. അങ്ങനെ നെടുമുടി വേണുവിൻ്റെ കഥ അമ്പട ഞാൻ. അതിൽ നെടുമുടി വേണുവിൻ്റെ കഥയിൽ ഇല്ലാത്തൊരു ക്യാരക്ടറാണ് നെടുമുടി വേണു ആ പടത്തിൽ അഭിനയിച്ച മുത്തച്ഛൻ. അത് എൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണ്. കാരണം നെടുമുടി വേണുവിൻ്റെ ക്യാരക്ടർ കഥയിൽ ഒരു അമ്മ വകയിലൊരു അമ്മാവനാണ്. ഞാൻ പറഞ്ഞു അതുപോലെ സ്വന്തം മുത്തച്ഛനാവണം. സ്വന്തം മുത്തച്ഛനാകുമ്പോൾ ഇൻറ്റിമസി കൂടും. ആ പടം സക്സസ്സായി. പിന്നെ എനിക്ക് വന്ന പടം ഐസ്ക്രീമാണ്. ഈ ഐസ്ക്രീം എൻ്റെ ലൈഫിനെ ഭയങ്കരമായിട്ട് തളർത്തി കളഞ്ഞ പടം. കാരണം അമ്പടയാനെ നന്നായി ഓടി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഫാമിലി. ഐസ്ക്രീം വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ 8-ാം 9-ാം ദിവസം ഭരത് ഗോപി എന്ന് പറഞ്ഞ ഏറ്റവും നല്ല നടൻ ആ പടത്തിൻ്റെ സെറ്റിൽ വെച്ച് സ്റ്റോക്ക് വന്ന് വീഴുക. ഹീറോ ആണ്, എന്തു ചെയ്യാൻ പറ്റും. പിന്നെ ഞാനത് ഷൂട്ടിംഗ് അവിടെ പാക്കപ്പ് ചെയ്യേണ്ടതായിരുന്നു എന്നിലെ കലാകാരൻ്റെ ദൗത്യം. പക്ഷെ അത് നിർത്താതെ ഒരു പ്രൊഡ്യൂസർ വേദനിച്ച് പറയണേ എനിക്കിത് തീർത്തില്ലെങ്കിൽ എൻ്റെ ലൈഫ് പോയി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, കൈയും കാലിട്ട് അടിക്കാമെന്നല്ലേ പറ്റും. തിലകനെ വെച്ചിട്ട് ഇദ്ദേഹം അവിടെ ഉണ്ടെന്നുള്ള അർത്ഥത്തിൽ കുറേ ഷൂട്ട് ചെയ്ത് അത് ഇറക്കി. ഞാൻ ചെയ്യാൻ പാടില്ല, എന്നിലെ കലാകാരൻ ചെയ്യാൻ പാടില്ല. പക്ഷേ ഒരാളപ്പുറത്ത് കരയുക, പ്രൊഡ്യൂസർ കരയാണ്. അങ്ങനെ ചെയ്യേണ്ടി വന്നു. അതാണ് ഐസ്ക്രീം. ഇങ്ങനെ ഒരു അപ്പ് ആൻഡ് ഡൗൺസാണ് കൂടുതൽ എനിക്കുണ്ടായിട്ടുള്ളത്. ഒരു വലിയ കാലം ഇന്ത്യൻ സിനിമയുടെ സിൽവർ സ്ക്രീനിലെ തിളക്കം ഏറെ ഉണ്ടായിരുന്ന നക്ഷത്രമായിരുന്നു സിൽക്ക് സ്മിത. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും ഇവർ തന്നെ സിനിമയിലേക്ക് കണ്ടെടുത്ത സംവിധായകന് മുന്നിൽ ഏറെ വിനയാന്യതയായ പെൺകുട്ടിയായിരുന്നു. സ്മിതയുടെ മനസ്സിൽ ഒരു ഗുരുവിന്റെ സ്ഥാനമാണ് എന്നും ആന്റണി ഈസ്റ്റ്മാൻ ഉണ്ടായിരുന്നത്. സ്മിത എന്ന് പറഞ്ഞ കുട്ടീനെ ആദ്യം കൊണ്ടുവന്ന് പിന്നെ 1-2 പടങ്ങളിൽ ഞാൻ അഭിനയിപ്പിച്ചിട്ട് അവൾ അങ്ങ് ഒരുപാട് ഉയരത്തിലായി. പക്ഷേ പിന്നീട് ഒരു പടത്തിന് വേണ്ടിയിട്ട് ഞാൻ റെന്നീസൊക്കെ ആയിട്ടുള്ളൊരു പടത്തിന് വേണ്ടിയിട്ട് ഷാജി കൈലാസിൻ്റെ പടത്തിന് വേണ്ടി ഞാൻ ചെന്നിരുന്നു. ചെന്ന് കഴിഞ്ഞപ്പോൾ ആ കുട്ടീനോട് പറഞ്ഞത്, പ്രശസ്തരെ കൊടുമുടി നിൽക്കുമ്പോൾ, സാറിൻ്റെ പടമല്ലേ, എനിക്ക് പൈസ വേണ്ട, ഞാൻ അഭിനയിക്കാം, എത്ര ദിവസം വേണമെന്ന് തരാം എന്ന് പറയാനുള്ളൊരു മനസ്സ് കാണിച്ചു. ബിഗ് ബഡ്ജറ്റ് സിനിമയുടെ സംവിധായകനായിരുന്നില്ല ആന്റണി ഈസ്റ്റ്മാൻ. പക്ഷേ തന്റെ ചിത്രങ്ങളിൽ എന്നും വ്യത്യസ്തത കൊണ്ടുവരാൻ ഇദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. വേറിട്ട സിനിമകളുടെ ചലച്ചിത്രകാരന് ഇന്ന് സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ ഇടമില്ലാതാകുന്നു. സിനിമയിലെ ജീവിതം ഇദ്ദേഹത്തിന് സമ്മാനിച്ചത് ഏറെയും കയ്പും കണ്ണീരുമാണ്. വേദി വിട്ടുപോകണില്ല. സിനിമയിൽ അഭിനയിക്കാനോ സിനിമയിൽ വർക്ക് ചെയ്യാമെന്ന് ഒരാളും വേദി വിട്ടുപോകാറില്ല. വിടേണ്ടി വരികയാണ്. ഒരാളും വേദി വിട്ടിട്ട് ഞാൻ ഇത്രയും അഭിനയിച്ച് ഞാൻ നിർത്തി പോവുക, അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. അവസരങ്ങൾ കുറയുമ്പോൾ മറ്റു മാർഗങ്ങൾ തേടി ഒതുങ്ങിക്കൂടുന്ന ആൾക്കാരാണ് കൂടുതലും. അവസരങ്ങളല്ലേ വേണ്ടത്. അവസരങ്ങൾ വരുമ്പോൾ ചോയ്സ് ഉണ്ടാവും. നമുക്ക് ഇന്നതെടുക്കാം, അതെടുക്കാം, അതെടുക്കാം എന്നുള്ളത്. അവസരങ്ങളില്ലാതെ കിട്ടിയതെടുക്കും. ഇപ്പോൾ 10 കൊല്ലമായിട്ടൊരു പടം ചെയ്യാത്തൊരു നടൻ ഒരു വേഷം വിളിച്ചാൽ ഇനി ഞാൻ ഹീറോ 15 പേരെ തലണ സീനെ ഞാൻ അഭിനയിക്കുള്ളൂ എന്ന് പറയില്ല. ശരി, ഓക്കെ, ഒന്ന് വന്ന് അഭിനയിച്ച് പോകണില്ലേ. അത് എല്ലാ മേഖലയിലും അങ്ങനെയാണ്. അവസരങ്ങൾ ഇല്ലാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇല്ലായ്മയാവുകയാണ്. ഇടയ്ക്ക് തസ്കൈവരൻ മമ്മൂട്ടി വെച്ചൊരു പടം, ഡെന്നിസ് ജോസ് പിടിച്ചൊരു കഥ ആവശ്യപ്പെട്ട് അങ്ങനെ എടുത്തിങ്ങനെ പോയി. സിനിമയെന്ന് ഞാൻ അങ്ങനെ നേടിയിട്ടൊന്നുമില്ല, വലുതായിട്ട് പോയിട്ടുമില്ല. നേടിയെങ്കിലേ അവിടെ നിന്ന് പോകുന്ന വിഷമം ഉണ്ടാവില്ല. പക്ഷേ അതിനുവേണ്ടി കുറേ ഗ്യാപ്പുകൾ വരുമ്പോൾ എക്സ്പെൻസായി പോകും. ഒരു സിനിമ കഴിഞ്ഞ് അടുത്ത സിനിമയ്ക്കുള്ളൊരു കാത്തിരിപ്പ്. ആക്ച്വലി 2 സിനിമ ഉള്ളപ്പോഴാണ് ഞാൻ ബിസിനസ്സൊക്കെ കൊടുത്തത്. കാരണം നോക്കാൻ പറ്റാതെ വരുമ്പോൾ
ആ പടം രണ്ടും ഒരു കൊല്ലവും 10 കൊല്ലമൊക്കെ കിടന്നു. നീണ്ടു കിടന്നപ്പോൾ അങ്ങനെ ഗ്രാജുവലായിട്ടാണ് പോകുന്നത്. അല്ലാതെ കുറേ കാശിന് സിനിമ ഉണ്ടാക്കി, സിനിമയൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്, നഷ്ടമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞു പോയി. ഇപ്പോൾ സമാധാനമായിട്ട് ജീവിക്കുന്നു. ഈ വീട് ഇന്നലെയുടെ സിനിമാക്കാരന് സൗഭാഗ്യങ്ങൾ മാത്രം സമ്മാനിക്കുന്ന ഒരിടമാണ്. സന്തുഷ്ടനായ കുടുംബനാഥനാണ് ഇവിടെ ആന്റണി ഈസ്റ്റ്മാൻ. ഭാര്യയുടെയും മക്കളുടെയും പേരക്കുട്ടികളുടെയും ഇടയിൽ ഒരുപാട് സന്തോഷങ്ങൾ അനുഭവിക്കുന്നു ഈ കാരണവർ. എൻ്റെ കുടുംബം ഇപ്പോൾ ഇത് വൈഫ് ഹൗസ് വൈഫാണ്, മകൻ ബിൽഡിംഗ് ഡിസൈനറും കോൺട്രാക്ടറുമാണ്, മകൻ്റെ വൈഫ് സിജി, മകൻ്റെ പേര് ഗഞ്ചി. സിജി ഓഫീസിൽ മകനെ സഹായിക്കുന്നു. ഇവൻ്റെ വീടാണിത്. ഈ വീട്ടിലാണ് ഞാനിപ്പോൾ താമസിക്കുന്നത്. എനിക്കൊരു മകളുണ്ട്, അവൾ വിവാഹം കഴിച്ച് പോയിരിക്കുകയാണ്. അവർക്ക് 3 കുട്ടികളുണ്ട്. ഇവന് 3 കുട്ടികളുണ്ട്. സിനിമയുടെ പുതിയ കാല അരങ്ങുകളിൽ നിന്ന് അകലമിട്ട് നിൽക്കുമ്പോഴും ഈ മനസ്സിൽ നിന്ന് സിനിമാ സ്വപ്നങ്ങൾ ഒഴിയുന്നില്ല. ചലച്ചിത്ര ലോകത്തേക്ക് ഒരു മടങ്ങി വരവിന് ശ്രമിക്കുകയാണ് ഇദ്ദേഹം. നല്ല സിനിമയെ സ്നേഹിക്കുന്നവരും ഈസ്റ്റ്മാന്റെ റീ എൻട്രി ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ? ഇല്ല, ഒതുങ്ങിക്കൂടുന്നില്ലല്ലോ. ചിറക് വിരിക്കാൻ പറ്റുന്ന ചിറക് വിരിക്കും, ഒതുങ്ങിക്കൂടുന്ന പ്രശ്നമില്ല. ആദ്യം നമ്മൾ സ്റ്റെപ്പ് എടുക്കണ്ടേ? സ്റ്റെപ്പ് ഒന്ന് ഉറച്ചാൽ ഇറങ്ങും. ആരോഗ്യം സമ്മതിക്കുകയാണെങ്കിൽ ഇറങ്ങും. അത് സിനിമ എടുക്കണമെന്ന് വെച്ചിട്ട് അങ്ങോട്ട് മരിച്ചിട്ട് സിനിമ എടുക്കാനൊന്നും പറ്റില്ല. പിന്നെ സിനിമ എടുക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ ഞാനും തയ്യാറല്ല. സിനിമ എടുക്കണമെങ്കിൽ ആരെങ്കിലും പോയി അങ്ങനെ ഇതിങ്ങനെ പ്രൊഡ്യൂസറോ ആ പരിപാടിയൊന്നുമില്ല. നല്ലൊരു കഥ നമുക്ക് ഒത്തു വന്ന് നമ്മുടെ മനസ്സിൽ അങ്ങനത്തെ ഒരു സിനിമ ഉണ്ടാക്കാം, കമേഴ്ഷ്യലല്ലാതെ നല്ല സിനിമ ഉണ്ടാക്കാൻ തോന്നിയാൽ ഇറങ്ങിയിരിക്കും. നടന്നാൽ നടക്കട്ടെ.